നയന ഗർഭിണിയാവുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സെക്കൻഡ് പാർട്ട് ഇടാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇത്ര പെട്ടെന്ന് തന്നെ സെക്കൻഡ് പാർട്ട് ഇടാമെന്ന് വെച്ചത്. അങ്ങനെ നയനനെയൊക്കെ ഇങ്ങനെ ആരതി ഒഴിഞ്ഞ് വീട്ടിലേക്ക് കയറ്റുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അനിയൻ ബാക്കി എല്ലാവരും വന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നയനയും ആദർശും ശരിക്കും തകർന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ മോൾക്ക് നല്ല ക്ഷീണമുണ്ട്, മുഖത്തൊക്കെ നല്ല വിളർച്ചയുണ്ട്. മോള് പോയി റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞിട്ട് നയനനെ ചെറിയമ്മ റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. നയനയാണെങ്കിൽ റൂമിൽ പോയിട്ട് ഈശ്വര, സത്യമായിട്ട് ഞാൻ ഇന്നേ വരെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാ നീ എന്നെ എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നത്? ഇന്നേ വരെ ആദർശേട്ടനും ഞാനുമായിട്ട് പോലും അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എനിക്കറിയില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമായിരിക്കും. ആദർശേട്ടന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും എന്നൊക്കെ നയന ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ആദർശ് ദേഷ്യപ്പെട്ട് കയറി വന്നിട്ട് കഥ അടയ്ക്കാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, പറ നയന, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് ചോദിക്കുന്നുണ്ട്. നയന പറയാണ്, ആദർശേട്ടാ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. വിവാഹം കഴിഞ്ഞ നാൾ മുതലല്ല ഇന്നേ വരെ ഒരാണും എൻ്റെ ദേഹത്ത് സ്പർശിച്ചിട്ടില്ല. ആദ്യമായിട്ട് ചെറിയ സ്നേഹത്തോടെ എങ്ങനെ സ്പർശിച്ചത് ആദർശേട്ടൻ മാത്രമാണ്. അല്ലാതെ എനിക്ക് ഒരു ആൺ സുഹൃത്തുക്കളോ മറ്റൊന്നുമില്ല. ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെയാണെങ്കിൽ പോലും ഈ മുറിയിൽ നമ്മൾ രണ്ടിടത്തല്ലേ കിടക്കുന്നത്. ഇന്നേ വരെ സ്നേഹത്തോടെ നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഇന്നലെ ആഹാരം കഴിച്ചപ്പോൾ എനിക്ക് തുടങ്ങിയ വയറുവേദനയാണ്. സത്യമായിട്ട് എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. നീ അറിയാതെ നിന്റെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞാവേ ഉണ്ടാകുന്നത് ഇതെന്താ ഒരു ദിവ്യ ഗർഭം വല്ലതാണോ അതോ നീ വലിയ മാതാവാണോ എന്ന് ചോദിക്കുകയാണ്. സത്യമായിട്ടും എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞാൻ ഒരു തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല ആദർശേട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നിന്റെ ഈ വയറ്റിലെ കുഞ്ഞ് പൊട്ടിമുളച്ച് വന്നാണെന്നൊക്കെ ചോദിച്ച് ആദർശ് ദേഷ്യപ്പെടുന്നുണ്ട്. വേണ്ട, ഒന്നും പറയണ്ട. ഈ അനന്തപുരം തറവാട്ടിൽ ഇതുപോലൊരു വൃത്തികേട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ആദ്യം നിന്റെ ചേച്ചി ഇല്ലാത്ത ഗർഭം ഉണ്ടെന്നും പറഞ്ഞ് വയറിലൊരു തുണിയും വെച്ച് കെട്ടി ഇവിടെ എല്ലാവരും പറ്റിച്ചു. ശേഷം ഇതാ ഇപ്പോൾ നീ ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഏതോ ഒരുത്തൻ്റെ കുഞ്ഞിനെ വയറ്റി ചുമന്നിലേക്ക് വന്നിരിക്കുന്നു. അപ്പോഴേക്കും നയന ദേഷ്യപ്പെട്ട് പറയാണ്, ആദർശേട്ടാ, ആവശ്യത്തിൽ പറയരുത്. ഇന്ന് വരെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഇങ്ങനെ മാന്യമിനത്തിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമില്ലെന്ന് പറയുമ്പം ഓഹോ, മാന്യകേട് കാണിക്കാം, ഞാൻ പറയുന്നതല്ലേ തെറ്റ്. ഇത്രയും വൃത്തിയോട് കാണിച്ചിട്ട് അത് പറയാതിരിക്കുന്നതാണോ ശരി എന്ന് ചോദിക്കുകയാണ്. ആദർശേട്ടാ, ഞാൻ കാല് പിടിച്ച് പറയാം, സത്യമായിട്ടും എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയുമ്പോഴേക്കും അതെ, സിറ്റി ഹോസ്പിറ്റലാണ് ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ, അവിടെ അവർക്ക് തെറ്റുപറ്റുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ തന്നെ സാമ്പിൾ കൊണ്ടുപോയിട്ട് അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞതല്ലേ. കൺഗ്രാറ്റ്സ് പറഞ്ഞിരിക്കുന്നു. അതും കുട്ടിക്ക് 1 മാസം വളർച്ച എത്തിയെന്ന്. അത് കേട്ടപാടെ ഞാൻ തകർന്നു പോയി നയന എന്ന് പറയാണ്. ആദർശേട്ടാ, സത്യമായിട്ട് ഞാൻ പറയാണ്, എനിക്കങ്ങനെ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് നയന പറയുന്നുണ്ട്. ഇനി ഒരിക്കലും പറ്റുകയില്ല. എൻ്റെ കാര്യത്തിൽ ആദ്യമായിട്ട് താലികെട്ടിയ ആദർശേട്ടൻ, അത് അവസാനം വരെയും അങ്ങനെ തന്നെ ആയിരിക്കും. മറ്റാരും ഈ ദേഹത്ത് തൊടാനോ എന്നെ താലികെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട്. ഓഹോ, എന്നിട്ടാണല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പാവുക. നവ്യക്കാട്ടിലും അങ്ങേയടുത്ത ഫോണാ നീ എന്നും പറഞ്ഞിട്ട് ആദർശ് ദേഷ്യപ്പെട്ട് താഴേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇതേ സമയത്ത് അനി അവിടെ എല്ലാവർക്കും ലഡുവൊക്കെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ലഡു ഒന്നും അല്ല, പായസം വെക്കണം, സദ്യ ഉണ്ടാക്കണം. അങ്ങനെ ഈ അനന്തപുരം തറവാട് തന്നെ ഒരാഘോഷമാക്കണം. ഏറ്റവും മൂത്ത മകൻ വരുന്നതിൻ്റെ സൂചനയാണ് അത്. ഈ അനന്തപുരം തറവാടിൻ്റെ ആഘോഷമാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ മനസ്സിലോർക്കാണ്, ഞാനും ഇവിടെ ഗർഭിണിയാണ്, എന്നിട്ട് ആർക്കെങ്കിലും എൻ്റെ കാര്യത്തിൽ വല്ല മൈൻഡ് കൊണ്ടോ അതങ്ങനെ അബിക്ക് വല്ല വിലയുണ്ടെങ്കിലല്ലേ എനിക്കത് കിട്ടുള്ളൂ, എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കിട്ടുള്ളൂ, അതൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ അവളിങ്ങനെ ദേഷ്യപ്പെട്ട് മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നയന റൂമിൽ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ അവളിങ്ങനെ ഒരു റൂമിൽ ഒതുങ്ങിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശ് താഴേക്ക് ഇറങ്ങി വന്നിട്ട്, ആദർശ് ഞാൻ ഓഫീസിലേക്ക് പോവാണെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ പറയാണ്, ആദർശ് ഇനി ഓഫീസിലേക്ക് പോകണ്ട, നീ നയനയുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുക. ഇനിയുള്ള സമയത്തൊക്കെ നിൻ്റെ പ്രസൻസ് അവൾ ആഗ്രഹിക്കും, അതുകൊണ്ട് ഒരിക്കലും നീ ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആദർശൻ ദേഷ്യപ്പെട്ട് വീണ്ടും മുകളിലത്തെ നിലയിലേക്ക് കയറി പോന്നു. അപ്പോഴേക്കും ദേവയാനി ആദർശിൻ്റെ പുറകെ ചെല്ലുന്നുണ്ട്. കൊള്ളാം മോനെ, നന്നായിട്ടുണ്ട്, അമ്മയെ നീ വളരെ ഭംഗിയായിട്ട് തന്നെ തോപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അമ്മേ, സത്യമായിട്ടും പറയാണ്, ഈ കഴിഞ്ഞ 9-10 മാസമായിട്ട് ഞാനും നയനെ സെപ്പറേറ്റായി കിടന്നുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു കട്ടിലത്തിൽ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയത്. എങ്കിൽ പോലും ഞങ്ങൾ ഇന്നേ വരെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചിട്ടില്ല. അമ്മയാണ് സത്യം എന്ന് പറയുന്നുണ്ട്. വേണ്ട മോനെ, എന്നോടൊന്നും പറയണ്ട. ആദ്യ രാത്രിയിൽ തന്നെ ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ട് നയയുടെ മുറിയിലേക്ക് നീ കയറിപ്പോയവനാ. നിന്നെ എനിക്കറിയില്ലെന്ന് ചോദിക്കുന്നു. അമ്മയാണ് സത്യം, അമ്മയുടെ തല തൊട്ട് സത്യം ചെയ്യാണ്. സത്യമായിട്ടും എനിക്കിതിനെതിരെ യാതൊരു ബന്ധവുമില്ല, അവളും ഞാനോട്ട് യാതൊരു റിലേഷനും ഇല്ലെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ദേവേനെ ഞെട്ടലോട് ചോദിക്കണം, പിന്നെ എന്താ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം? അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ അവൾ വേറെ ആരുടെങ്കിലും കുട്ടിയെ കൊണ്ട് നടക്കാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയാണ്, നയന ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ, ഇത് ഹോസ്പിറ്റലുകാരിൽ നിന്ന് തെറ്റാണെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോഴേക്കും ദേവേനെ പറയാണ്, അവളുടെ തളർച്ചയും ക്ഷീണമെല്ലാം നീ കണ്ടില്ലേ, പിന്നെ എങ്ങനെ ഹോസ്പിറ്റലുകാരുടെ തെറ്റാവും? അവർ നന്നായിട്ട് നോക്കിയിട്ട് തന്നെയല്ലേ പറഞ്ഞ് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ലമ്മേ, ഒന്നും എനിക്കറിയില്ല, എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നു എന്നെന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ദേവനും ആദർശോട് താഴേക്ക് ഒരു സ്വസ്ഥതയില്ലാതെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും ജാനകിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ഡോക്ടർ ആയിക്കോട്ടെ വിളിക്കുന്നത്. എന്താ മേഡം ചോദിക്കുമ്പോഴേക്കും, സോറി ജാനകി, ഞങ്ങളോട് ക്ഷമിക്കണം, ഇവിടുത്തെ ലാബിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഇന്ന് തന്നെ നയന എന്ന് പേരുള്ള മറ്റൊരു പേഷ്യൻ്റും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. അവരെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് നീ നയനയുടെ യൂറിൻ ടെസ്റ്റും കൊണ്ടുപോയത്. അതുകൊണ്ട് മാറിപ്പോയതാ. അവരിവിടെ വന്നിപ്പം ബഹളം വെച്ചു. അവർ പ്രഗ്നൻ്റ് അല്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അവരത് സമ്മതിച്ചില്ല. പ്രഗ്നൻ്റ് ആണെന്ന് അവർക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് അവർ ബഹളം വെച്ചപ്പോഴാണ് ഞങ്ങൾ റിസൾട്ട് തമ്മിൽ ഒന്നുകൂടെ നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് നയനയ്ക്ക് വെറും ഫുഡ് പോയ്സൺ അടിച്ചത് മാത്രമാണ്, അവർക്ക് വേറൊരു കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ നയനയ്ക്കാണ് ഗർഭമുള്ളത് എന്ന് പറയുന്നുണ്ട്. സോറി, നിങ്ങൾ ഒരുപാട് സന്തോഷമാണെന്നറിയാം, ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്ക് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് ജാനകി തളർന്ന് സോഫയിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കുകയാണ്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും, ഡോക്ടറാണ് വിളിച്ചത്. ഇന്ന് തന്നെ നയന എന്ന പേരുള്ള വേറൊരു പേഷ്യൻ്റും ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആയിരുന്നു. ആ കുട്ടിയുടെ യൂറിനും നമ്മുടെ മോളുടെ സാമ്പിളുമായിട്ട് മാറിപ്പോയതാ. അതുകൊണ്ടാണ് ആ നയനമോളുടെ ഗർഭം ഈ നയനമോൾക്കാണെന്ന് പറഞ്ഞത്. നയനയ്ക്ക് ഫുഡ് പോയ്സൺ അല്ലാതെ മറ്റൊരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് വളരെ വിഷമത്തോടെ. അപ്പോഴാണ് ആദർശിന് ശ്വാസം നേരെ വീഴുന്നത്. അപ്പോഴേക്കും ആദർശ് നേരെ അവൻ്റെ മുറിയിലേക്ക് ഓടുന്നുണ്ട്. കാരണം കുറച്ച് മുമ്പേ വരെ നയനനെ, അവളുടെ ക്യാരക്ടറിനെ വരെ, അവളുടെ മാനത്തിന് വരെ അവൻ ഒരുപാട് മോശമായിട്ട് സംസാരിച്ചതല്ലേ. അതുകൊണ്ട് തന്നെ നയനയുടെ മുറിയിലേക്ക് അവൻ ഓടിച്ചെല്ലാണ്. ചെല്ലുമ്പോഴേക്കും നയന അവളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യായിരിക്കും. നയന, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പം, ഇല്ല ആദർശേട്ടാ, ഇതിന് സത്യം അറിയാതെ ഞാൻ ഇവിടെ നിൽക്കുന്നതിന് അർത്ഥമില്ല. ആദർശേട്ടും ഞാനും യാതൊരു ബന്ധമില്ലാത്ത സമയത്ത് ഈ ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ സത്യാവസ്ഥ തെളിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനൊന്നും ആവശ്യമില്ല, ഡോക്ടർ ഇപ്പോൾ വിളിച്ചിരുന്നു. ഇന്ന് വന്ന വേറെ സാമ്പിളുമായിട്ട് നിൻ്റെ റിസൾട്ട് മാറിപ്പോയതാ, നിനക്കൊരു കുഴപ്പമില്ല, ഫുഡ് പോയ്സൺ അടിച്ചതുള്ളൂ പറയുമ്പോഴേക്കും നയന കരച്ചിലൊക്കെ നിർത്തി സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എങ്കിലും ആദർശിൻ്റെ ഭാഗത്തൊന്നും ഞാൻ ഇങ്ങനെ കരുതിയില്ല. എന്നെ ഇത്രയ്ക്കും വിശ്വാസമില്ലായിരുന്നല്ലേ. ഈ ഒരു കാര്യത്തിൽ പോലും എന്നെ വിശ്വാസമില്ലാത്ത ആളുടെ കൂടെ ജീവിക്കാൻ എനിക്കിനി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ ബാഗ് പാക്ക് ചെയ്തതുപോലെ ഇരിക്കട്ടെ, ഞാൻ ഇവിടുന്ന് പോവാമെന്ന് പറയുമ്പം നയന, എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, തീർച്ചയായിട്ടും നീ എന്നെ സംശയിക്കില്ലേ. അത് മാത്രം ഞാനും ചെയ്തുള്ളൂ. ദയവ് ചെയ്ത് നീ ഇവിടുന്ന് ഇപ്പോൾ പോകരുത്, അത് ഇതിലും വലിയൊരു ഇഷ്യൂ ഉണ്ടാവും. ദയവ് ചെയ്ത് പ്ലീസ്, ഞാൻ നിൻ്റെ കാല് പിടിക്കാമെന്ന് പറയുന്നുണ്ട്. നയന അപ്പോൾ തിരികെ കൊണ്ട് ബാഗ് വെച്ചിട്ട് പറയാണ്, എന്തായാലും ഇനി നമ്മൾ തമ്മിൽ യാതൊരു റിലേഷൻ ഉണ്ടായിരിക്കില്ല ആദർശേട്ടാ. ഇത്രയും കാലം നിങ്ങളെനിക്ക് നല്ല സ്നേഹവും അടുപ്പമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മനസ്സ് മുഴുവനും അതൊന്നുമില്ല. നിങ്ങളുള്ള ദേഷ്യവും സഹതാപവും മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് നയന ദേഷ്യപ്പെട്ട് ആ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങി മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കിയായിട്ട് ഓരോ സ്റ്റോറീസ് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.